സിമ്പിൾ DP കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കാം. സാധാരണ ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്നതിലും വ്യത്യസ്തമായാണ് ഇതിന് മസാല എടുത്തത്. ഇത് കരിമീനാണ്. 650 ഗ്രാം കരിമീനാണ് ഇത്. ഈ ഫിഷ് ഫ്രൈ ഉണ്ടാക്കാൻ ഞാൻ കല്ലിലാണ് മസാല അരച്ചെടുത്തത്. നിങ്ങളുടെ കൈവശം കല്ല് ഇല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അരച്ച് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ കുറച്ച് കൂടുതലായി എടുത്ത് അരയ്ക്കേണ്ടി വരും. ഇതിന് കരിമീൻ വേണം എന്നില്ല. ഇഷ്ടമുള്ള ഏത് മീനെടുത്തും ഈ മസാല ഉണ്ടാക്കി ഫ്രൈ ചെയ്യാം. ഇതിൻ്റെ തോല് പൊളിച്ചും പൊളിക്കാതെയും മസാല ചേർക്കാം. ഞാൻ തോല് പൊളിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മസാല നോക്കാം. ആദ്യം 2-3 വെളുത്തുള്ളി തോല് പൊളിച്ച് എടുക്കുക. അത് ഇതുപോലുള്ള കല്ലുണ്ടെങ്കിൽ അതിൽ കുത്തിച്ചതയ്ക്കുക. 1/2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയും എടുക്കണം. ഇനി ഇത് രണ്ടും നല്ലതുപോലെ അരച്ചെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ അരച്ച കൂട്ടിലേക്ക് 2 നുള്ളി കടുകെടുക്കാം. കടുക് ഈ കൂട്ടിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം. ഇതിലിട്ട് നന്നായി അരയണം. എന്നാൽ മാത്രമേ മീനിൽ പിടിക്കുകയുള്ളൂ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് 1 ടേബിൾ സ്പൂൺ ഓയിലും 1/4 ടീസ്പൂൺ ഉപ്പുമിട്ട് നമുക്ക് ഈ മസാല ഒന്ന് ഇളക്കിയെടുക്കാം.
ഈ മസാല നല്ലതുപോലെ ഇളക്കിയെടുത്ത ശേഷം മീനിലേക്ക് തേച്ച് കൊടുക്കാം. മീനിൽ മസാല ചേർത്ത് അരമണിക്കൂർ നേരം മാറ്റിവെച്ചാൽ നല്ലതുപോലെ പിടിച്ചിരിക്കും. എപ്പോഴും മീനിൽ മസാല ചേർത്ത് കുറച്ച് സമയം വെച്ച ശേഷം ഫ്രൈ ചെയ്യുന്നതാണ് നല്ലത്. ഇനി പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഓയിൽ ചൂടാകുമ്പോൾ മസാല ചേർത്ത് വെച്ച മീൻ വെച്ച് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. സിമ്മിൽ വെച്ച ശേഷം ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ മീനിൽ തേച്ച മസാല വേഗം കരിഞ്ഞു പോകും. ഞാൻ ഫ്രൈയിങ് പാനിൽ ഓയിൽ ഒഴിച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പില വെച്ച ശേഷമാണ് മസാല ചേർത്ത മീൻ വെച്ച് കൊടുത്തത്. അപ്പോൾ ആ കറിവേപ്പിലയുടെ സ്വാദ് കൂടി അതിൽ കലരും. കറിവേപ്പില വേണമെങ്കിൽ അരച്ചും ചേർക്കാം. ഇത് റെഡിയായി. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.